കരുവാറ്റയിലെ കൗമാരക്കാർ പ്രതികളായ കൊലക്കേസിൽ തുടർ നടപടികൾ ശക്തമാക്കുകയാണ് അന്വേഷണ സംഘം. ആ വാർത്തയുണ്ടാക്കിയ ഞെട്ടൽ ഇപ്പോഴും ആർക്കും മാറിയിട്ടുണ്ടാകില്ല. ഇന്നലെ ഇക്കാര്യം നമ്മൾ വിശദമായി സംസാരിച്ചതാണ്. സൈക്കാട്രിസ്റ്റായ ഡോക്ടർ മോഹൻ റോയ് ഈ സാഹചര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ ഈ അക്രമ സംഭവങ്ങളിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കുന്നത് എന്നതൊക്കെ വിശദമാക്കിയതുമാണ്. ഇത് കേരളത്തിലെ മാത്രം കാര്യമല്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം. ഫിലിപ്പൈൻസിൽ കഴിഞ്ഞ ദിവസം പിതാവിന്റെ തോക്കുമായി സ്കൂളിലെത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി സഹപാഠിയെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത വന്നിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇന്ന് തെലങ്കാനയിൽ നിന്ന് മറ്റൊരു ക്രൂരമായ കുറ്റകൃത്യത്തിന്റെ വാർത്ത വരികയാണ്. തെലങ്കാനയിലെ നൽഗൊണ്ടയിൽ സ്കൂൾ പ്രിൻസിപ്പലിന്റെ കൊലപാതകം അന്വേഷിച്ച പോലീസ് 2 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പണത്തിനും ആഡംബര ജീവിതത്തിനും വേണ്ടിയാണ് തങ്ങൾ പ്രിൻസിപ്പലിനെ കൊലപ്പെടുത്തിയതെന്ന് ഈ വിദ്യാർത്ഥികൾ മൊഴി നൽകി. ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യത്തിന്റെ ലോകവ്യാപക പ്രതിഭാസമോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ ആണ് എന്നതാണ് ഈ ഓരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടികളെ തിരികെ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന സമൂഹം ഇനിയുമേറെ കരുതിയിരിക്കണം എന്നതാണ് ഇതൊക്കെയും സൂചിപ്പിക്കുന്നത്. കരുവാറ്റ സംഭവത്തിലേക്ക് പോയാൽ, കരുവാറ്റയിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെയാണ് ഈ അപേക്ഷ നൽകിയത്. ഈ അപേക്ഷ ശനിയാഴ്ച പരിഗണിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. 13-കാരിയെ വൈദ്യപരിശോധനയ്ക്കും കൗൺസിലിംഗിനും വിധേയമാക്കാനും കോടതിയുടെ അനുമതി തേടും. ഈ കുട്ടി ബാഡ് ടച്ച് നടത്തി ഈ കൊല്ലപ്പെട്ട വ്യക്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾക്കാണ് ലൈംഗികമായി കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പരിശോധന നടത്താനായി പോലീസ് അനുമതി തേടിയിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ലഹരി ഉപയോഗം ഉൾപ്പെടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്ന സംശയമുണ്ട്. അത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും വിശദമായ ചോദ്യം ചെയ്യലും പരിശോധനകളും ആവശ്യമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പും ആവശ്യമാണ്. ഇതിനൊക്കെയാണ് കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുന്നത്. അതേസമയം കുട്ടിയുടെ അച്ഛനാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും, ഈ 13 വയസ്സുകാരിയുടെ അച്ഛനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമവും ഈ കുട്ടികൾ നടത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. അന്വേഷണ സംഘത്തിന് അക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു ഇവർ പിടിക്കപ്പെടില്ല തങ്ങളെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് എന്തൊക്കെ പറയണം എന്നത് സംബന്ധിച്ച് ഇവർക്ക് ധാരണയുണ്ടായിരുന്നു. ഇവർ എല്ലാവരും അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പല സമയത്ത് പലയിടങ്ങളിലായി പിടിയിലായ ഈ കുട്ടികൾ അവർ എല്ലാം ഒരേ വിധത്തിലാണ് പോലീസിനോട് ആദ്യം ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ പെൺകുട്ടിയെ സഹായിക്കാനാണ് എത്തിയത്. പെൺകുട്ടിക്ക് സുഖമില്ലായിരുന്നു. അങ്ങനെ അവരെ കാണാനാണ് എത്തിയത്. അതിനാണ് ഈ ലൊക്കേഷൻ അയച്ചു കൊടുത്തത്. അങ്ങനെ ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിനൊക്കെ വലിയ ആസൂത്രണം ഇവർ നടത്തി എന്നതാണ് പോലീസിന് മനസ്സിലാകുന്നത്. അങ്ങനെയൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് എടുത്ത തീരുമാനവും കുറ്റകൃത്യവും നടപ്പിലാക്കിയ കുറ്റകൃത്യവുമായിരുന്നു കരുവാറ്റയിലേത്. സമാനമായ നിലയിൽ വളരെ ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകം തെലങ്കാനയിലും സംഭവിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തെലങ്കാനയിലെ നൽഗൊണ്ടയിലാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ കൊലപാതകം അന്വേഷിച്ച പോലീസ് അവസാനം 2 10ാം ക്ലാസ് വിദ്യാർത്ഥികളിലേക്ക് എത്തിപ്പെട്ടത്. അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൊണ്ടമല്ലേപ്പള്ളിയിലെ നാഗാർജുന പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പലും ഡയറക്ടറുമായ കല്ലൂരൂപ റെഡ്ഡിയെയാണ് ഓഗസ്റ്റ് 12-ന് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ശരീരത്തിൽ ഏതാണ്ട് 27 കുത്തേറ്റിരുന്നു. പണത്തിനും ആഡംബര ജീവിതത്തിനും വേണ്ടിയാണ് തങ്ങൾ പ്രിൻസിപ്പലിനെ കൊലപ്പെടുത്തിയതെന്നാണ് ഈ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നത്. സ്കൂൾ ഫീസ് ഇനത്തിലൊക്കെ കിട്ടുന്ന പണം പ്രിൻസിപ്പലിന്റെ വീട്ടിലാണ് സൂക്ഷിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് വിവരമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ആണ് ഇവർ ഈ കൊലപാതകം നടത്തിയത് എന്നതാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നും ഭർത്താവ് ഫോൺ ചെയ്തപ്പോൾ എടുക്കാതിരുന്നതിനെ തുടർന്ന് സംശയം തോന്നുകയും അയൽക്കാരെ വിവരം അറിയിച്ചതിനെ തുടർന്നുമാണ് ഈ കൊലപാതകം പുറത്തറിഞ്ഞത്. അയൽക്കാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു, വിരലടയാളങ്ങൾ ശേഖരിച്ചു, ഫോൺ കോളുകൾ എന്നിവ കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഏതാണ്ട് 80-ലധികം പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിലൊന്നും ഈ കുട്ടികളിലേക്ക് സംശയം എത്തുന്ന തരത്തിലുള്ള ഒന്നും പോലീസിന് കണ്ടെത്താനായില്ല. എന്നാൽ മരിക്കുന്നതിന് മുൻപ് രൂപ റെഡ്ഡി ഭർത്താവിന്റെ മാതാവിനെ ഫോൺ ചെയ്തിരുന്നു. ആ ഫോൺ സംഭാഷണത്തിനിടയിൽ
ബാബു എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നതായി പോലീസ് ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ പോലീസിന് അത് സംബന്ധിച്ചുള്ള ഒരു വിവരം ലഭിച്ചു. ഇതാണ് കേസ് അന്വേഷണത്തിന്റെ വഴിമാറ്റിയത്. ആരാണ് ബാബു എന്ന അന്വേഷണം പോലീസ് തുടങ്ങി. അങ്ങനെ ആ അന്വേഷണമാണ് ഒടുവിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിയത്. സംഭവം ഈ പ്രിൻസിപ്പൽ കുട്ടികളെ ബാബു എന്ന് അഭിസംബോധന ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് പോലീസ് എത്തുന്നത്. സംഭവ ദിവസം സ്കൂളിൽ വരാതിരുന്ന 5 വിദ്യാർത്ഥികളിലേക്ക് അങ്ങനെ അന്വേഷണം ഒടുവിൽ ചുരുങ്ങി. അതിൽ 2 പേർ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പണം ധൂർത്തടിക്കുന്നതായി പോലീസ് കണ്ടെത്തി. അതിനെ തുടർന്ന് ഈ 2 വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കുറ്റകൃത്യത്തിന്റെ ചുരുളഴിഞ്ഞത്. എന്താണ് ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണം എന്നത് തേടുമ്പോൾ അവിടെയും നമ്മൾ കരുവാറ്റയിൽ കണ്ടതുപോലെ വലിയ വൈരാഗ്യത്തിൻ്റെ ഒരു പകവീട്ടലിൻ്റെ സംഭവമാണ് പോലീസിന് മറനീക്കാൻ കഴിഞ്ഞത്. പ്രിൻസിപ്പലിനോടുണ്ടായിരുന്ന വൈരാഗ്യമാണ് ഈ കുട്ടികളെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് മനസ്സിലാകുന്നത്. മുൻപ് സ്കൂളിലെ ഹോസ്റ്റലിൽ ഒരു മോഷണം നടത്തിയതിന് പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ ശകാരിച്ചിരുന്നു. ഇതിന്റെ ദേഷ്യം ഇവർക്ക് പ്രിൻസിപ്പലിനോടുണ്ടായിരുന്നു. മാത്രവുമല്ല, പ്രതികളിൽ ഒരാൾ മുമ്പ് സ്കൂളിന്റെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ കുട്ടിക്ക് മദ്യം കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. മാത്രവുമല്ല, വില കൂടിയ ബൈക്കുകളോടൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്നു. ഒരു തവണ ഈ കുട്ടിയുടെ മുറി പരിശോധിക്കുമ്പോൾ ആ കുട്ടിയുടെ ബാഗിൽ നിന്നും കുറച്ച് പണവും ഫോണും കണ്ടെത്തി. ഈ സംഭവത്തിൽ പ്രിൻസിപ്പൽ ആ കുട്ടിയെ ശകാരിച്ചു. ഹോസ്റ്റലിൽ നിന്നും കുട്ടിയെ പുറത്താക്കി, വീട്ടുകാരെ അറിയിച്ചു കുട്ടിയെ പുറത്താക്കി. അതിനുശേഷം ഹോസ്റ്റലിൽ നിൽക്കാതെ സ്കൂളിൽ വന്നു പോകുന്ന സംവിധാനത്തിലായി ആ കുട്ടിയുടെ സ്കൂളിലേക്കുള്ള വരവ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിക്ക് പ്രിൻസിപ്പലിനോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. സ്കൂൾ ഫീസായി പിരിച്ചെടുക്കുന്ന പണം പ്രിൻസിപ്പലിന്റെ വീട്ടിൽ സൂക്ഷിക്കുന്ന കാര്യവും കുട്ടികൾ മനസ്സിലാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ പ്രിൻസിപ്പലിനെ ആക്രമിച്ച് പണം കവരുന്ന ഒരു ആസൂത്രണം നടത്തിയത്. അതേസമയം പ്രിൻസിപ്പലിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും മോഷണമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 2.5 ലക്ഷം രൂപയാണ് വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്നും കവർന്നത്. എന്നാൽ കവർച്ചാ സംഘത്തിലെ ഒരാളെ പ്രിൻസിപ്പൽ തിരിച്ചറിഞ്ഞതോടെ പിടിക്കപ്പെടാതിരിക്കാൻ കൊലപ്പെടുത്തുകയായിരുന്നു. അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയി എന്നതാണ് ഇപ്പോൾ കുട്ടികൾ പോലീസിനോട് പറയുന്നത്. ഇതിനുശേഷം വിദ്യാർത്ഥികൾ മോഷ്ടിച്ച തുകയുമായി ഗോവയിലോട്ട് പോവുകയും ഐഫോൺ വാങ്ങുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. ഇതൊന്നുമായി അവർക്കൊരു ബന്ധവുമില്ല എന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു. പക്ഷേ ഈ സ്കൂളിലേക്ക് ബാബു വിളിയിലൂടെ സ്കൂളിലേക്ക് എത്തുകയും ഈ കുട്ടികളെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞതുമാണ് ഈ അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായി മാറിയത്. എന്തായാലും ഈ കരുവാറ്റ സംഭവവുമായി ബന്ധപ്പെട്ടും അവർക്ക് ഈ പണം മോഷ്ടിച്ചത് ഐഫോൺ വാങ്ങാൻ ഉദ്ദേശിച്ചായിരുന്നു. അതിൻ്റെ ഒരു കാരണം അതായിരുന്നു. ഇവിടെയും സമാനമാണ്. അപ്പോൾ അങ്ങനെ ഫോണിലേക്കും പണത്തിലേക്കും ആർഭാട ജീവിതത്തിലേക്കുമൊക്കെ കുട്ടികൾ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ഒരു കോമൺ ഫാക്ടർ ഈ 2 സംഭവത്തിനും പിന്നിലുണ്ട്. മൊബൈൽ ഉപയോഗത്തിന് വലിയ പങ്കുണ്ട് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കിടയിൽ വർദ്ധിക്കുന്ന കുറ്റകൃത്യത്തിന് എന്നതാണ് മനസ്സിലാകുന്നത്. പല രാഷ്ട്രങ്ങളും മൊബൈൽ ഉപയോഗം, സമൂഹ മാധ്യമ വിലക്കുകളൊക്കെയും പ്രഖ്യാപിക്കുന്നതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്തായാലും ഈ 2 സംഭവങ്ങളും നേരത്തെ സൂചിപ്പിച്ച മലേഷ്യയിൽ പിതാവിൻ്റെ തോക്ക് കൊണ്ടുപോയി ഒരു കുട്ടിയെ ഉൾപ്പെടെ വെടിവെച്ച് കൊന്ന ഒരു കുട്ടിയുടെ കഥ, അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൂടുതലും കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു എന്നൊരു സാഹചര്യം, അതിന് വഴിയൊരുക്കുന്ന നിരവധി ഫാക്ടറുകൾ ഒരുക്കിയിരിക്കുന്നു നമ്മുടെ സമൂഹം എന്നതും കൂടി കാണണം. എന്തായാലും കുട്ടികൾ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നത് കുട്ടികളുടെ മാത്രം കുറ്റമല്ല. അതിന് സമൂഹവും അവരുമായി ചേർന്ന് നിൽക്കുന്നവരൊക്കെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിന് കാരണക്കാരാകുന്നുണ്ട്. ഇന്നലെ ഡോക്ടർ മോഹൻ റോയും നമ്മളോട് വിശദീകരിച്ചത് അങ്ങനെയാണ്. എന്തായാലും സമൂഹം കൂടുതൽ ജാഗരൂകരാകണം. ഈ വിഷയങ്ങളിലൊക്കെ അധികാരികളും കുട്ടികളെ നമുക്ക് തിരിച്ചെത്തിക്കണം, തിരിച്ചു കൊണ്ടുവരണം, അവരെ ശരിയായ പാതയിലെത്തിക്കണം. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കണം. കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ഈ വൈകല്യങ്ങൾ എന്തുകൊണ്ട് എന്നത് കണ്ടുപിടിക്കപ്പെടണം. അതിന് ഒരു കൂട്ടായ പരിശ്രമം തന്നെയാണ് വേണ്ടത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അത് കേരളത്തിൽ മാത്രവുമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഹൈദരാബാദിൽ നിന്നുള്ള
തെലങ്കാനയിൽ നിന്നുള്ള ഈ വാർത്തയും നൽകുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം. അതിനുശേഷം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.